കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. വയനാട്ടിൽ 13 വീടുകൾ ഭാഗികമായി തകർന്നു. മലപ്പുറം ചങ്ങരംകുളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കാളികാവ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുകയാണ്. മഴ ശക്തമായതോടെ വയനാട്ടിൽ 13 വീടുകളാണ് ഭാഗികമായി തകർന്നത്. 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 60-ലേറെ മരങ്ങൾ കടപുഴകി. വെള്ളമുണ്ട കുഞ്ഞോത്തു തോടിനു കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലം ഒലിച്ചുപോയി. കോഴിക്കോട് ബാലുശ്ശേരിയിലും വടകര ചോറോടും വീട് തകർന്നു. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ വൻമരം കടപുഴകി. മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലിയാറും ചെറുപുഴയും ഇരവഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നതിനാൽ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കക്കയം അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്നും വെള്ളം തുറന്നുവിടുമെന്നും KSEB അറിയിച്ചു. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. രാവിലെ പെയ്ത മഴയിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ വെള്ളം കയറിയതോടെ വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിലായി. കോഴിക്കോട് കോർപ്പറേഷൻ അനാസ്ഥയാണത്. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം അവിടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി. ഈ ഭാഗത്ത് ഓവുചാൽ ഉയർത്തിയിട്ട് മറ്റേ സ്ലാബ് ഉയർത്തിയിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്താൽ ഈ വെള്ളക്കെട്ട് ഉണ്ടാവില്ല. അതൊരു ചെയ്യുന്നില്ല. ഇതിലപ്പം നടന്നു വരാൻ തന്നെ കഴിയുന്നില്ല. ബസ്സൊക്കെ ചീറിപ്പാഞ്ഞ് വരുമ്പോഴല്ല വെള്ളം ഇങ്ങനെ മേലെ തെറിക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് തെറിച്ച് നനഞ്ഞു വരിക ഞാൻ. മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. വെളിയങ്കോട് ശ്രീലങ്കൻ നഗറിൽ വീടുകളിൽ വെള്ളം കയറി. ചങ്ങരംകുളം മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.